എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷത്തോടെ വിഷു ആശംസകൾ നേരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും ആയ നിങ്ങൾക്ക് എന്നും ശാന്തി, സമാധാനം, സർവ്വ ഐശ്വര്യ, സർവ്വ സമ്പത്ത്, ആയുരാരോഗ്യ സൗഖ്യം, ദീർഘായുസ് ഒക്കെ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷുവും ഇതുപോലെ ഈ വർഷത്തെ എല്ലാ ദിവസവും നല്ല സന്തോഷത്തോടെ കൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുക്കണി കാണലാണ്. വിഷുക്കണി കാണലും കൈനീട്ടം വാങ്ങലുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാവാം അല്ലേ. എൻ്റെ വീട്ടിലെ കണിയും അതുപോലെ തന്നെ കണ്ണൂർ കൂടാളി കുമ്പം മോലോത്ത് പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കണിയാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയതിന് ശേഷമാണ് ഈ ഇൻട്രോ ചെയ്യുന്നത്. എന്തായാലും ഞാൻ രാവിലെ 5 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നട തുറന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഈ അടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഉത്സവം മഹോത്സവമായിട്ടാണ് അത് കഴിഞ്ഞത്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെയുള്ള ഉത്സവം അതിഗംഭീരമായ ഉത്സവമായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാഴ്ച അതിലും ഗംഭീരം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാർ അറിഞ്ഞും കേട്ടും നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോയി. അപ്പോൾ വന്നവരൊക്കെ അവിടെ കൂടുതൽ ടൈം നിൽക്കാതെ തൊഴുത് മടങ്ങുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നടപ്പന്തൽ ഇല്ല. അപ്പോൾ കുറച്ച് വെയിലും ഒക്കെ ഉണ്ട്. പിന്നെ അതിരാവിലെ ആയതുകൊണ്ട് വെയിലില്ല. വെയിൽ വരുമ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കാണാം. നമ്മുടെ പുതിയ അമ്പലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു വിഷുക്കണിയും വിഷു കൈനീട്ടവും ഒക്കെ ആയിട്ടൊന്ന് കാണാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലോതി കിലുചിലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലോതി കിലുചിലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചു നീലക്കാർ വർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദൻ അരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും കാർമന്ദ സ്മിതവും തോകേവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലെ ആദ്യത്തെ വിഷുക്കണിയാണ്. വിഷു കൈനീട്ടം കൊടുക്കലും ആദ്യത്തെയാണ്. എല്ലാവർക്കും അറിയാം,
2025 മാർച്ച് 28 ഉത്സവം തുടങ്ങിയിട്ട് ഏപ്രിൽ 2 ഉത്സവം അവസാനിച്ചു. അതിഗംഭീരമായ ഉത്സവം തന്നെയായിരുന്നു. എല്ലാ ദിവസവും നല്ല കലാപരിപാടികളും അതുപോലെ ഒരുപാട് ഭക്തജനങ്ങൾ വന്നൊരു മഹാദേവ ക്ഷേത്രം തന്നെയായിരുന്നു. പിന്നെ എല്ലാ ദിവസവും അന്നദാനം, രാവിലെയും ഉച്ചക്കും രാത്രിയും എല്ലാം ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഉത്സവം തന്നെയായിരുന്നു. ആ 7 ദിവസത്തെ ഉത്സവം കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമം തോന്നി. ഇനി ഇപ്പം അടുത്ത വർഷം വരെ കാത്തു നിൽക്കണ്ടേ എന്നുള്ള വിഷമമായിരുന്നു. എന്നെപ്പോലെ ഈ നാട്ടിലെ പലർക്കും അങ്ങനെയുള്ള വിഷമമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് 4:30 എഴുന്നേറ്റ് 5 മണിക്ക് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിലെത്തുമ്പോഴേക്ക് ഭക്തജനങ്ങൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ടും ഒക്കെ. അപ്പോൾ 6 മണിയൊക്കെ കഴിയണ്ടേ വെളിച്ചം വരാൻ. രാവിലെ എത്തിയതുകൊണ്ട് ഭക്തജനങ്ങളൊന്നും രാവിലെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതിരാവിലെ ആയതുകൊണ്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നും ഒരുപാട് ഭക്തജനങ്ങൾ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും വരുന്നതും അത് കാണാനും ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ താറ്റോട് അമ്പലത്തിൽ പോണ്ടി വന്നു. അവിടെയും പോയി, അവിടെയും തൊഴുതു. എല്ലാ സ്ഥലത്തും നല്ല ഭക്തജന തിരക്ക് തന്നെയാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ നടപ്പന്തലില്ലാത്തതുകൊണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ ചൂട് സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ പുറത്ത് നിൽക്കാൻ പറ്റില്ല. തൊഴുത് പെട്ടെന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഇന്ന് പുലർച്ചെ തന്നെ ആയതുകൊണ്ട് കുറച്ച് സമയം അവിടെ ആൾക്കാർ അങ്ങനെ നിന്ന്. പിന്നെ ഇന്ന് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ആ മഞ്ഞും ഉദിച്ചു വരുന്ന ആ ഒരു രണ്ടും നല്ലൊരു കളറോട് കൂടിയായിരുന്നു പ്രകൃതി. പിന്നെ എന്തായാലും എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല സന്തോഷമായിട്ട് തൊഴുത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേൾക്കാം. ഞാൻ സംസാരിക്കുന്നത് മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ. കുറച്ച് പാട്ട് കേൾക്കാം. ഈ പാട്ട് പാടിയത് ഒന്ന് നമ്മുടെ ശോഭന ചേച്ചിയാണ്. ശോഭന ചേച്ചി പട്ടാന്നൂർ കൊളപ്പ. ഞാൻ മുൻപ് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ താമരവളപ്പ് തെയ്യത്തിന് പോയപ്പോൾ അവിടുന്ന് ഞാൻ പാടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാട്ടാണ്. ചെറുപ്പം മുതലേ കലാരംഗത്തുള്ള ചേച്ചിക്കൊന്നും ആവാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു പാട്ട് പാടിയത് അഭിന ജോജു ആണ്. അഭിനയോട് ഞാൻ അമ്പലത്തിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ റെഡി, പാടാമെന്ന് പറഞ്ഞ്. കുറേ കാലം കൊണ്ട് പാട്ട് പാടാത്ത ആളാണ്. മാത്രമല്ല ഇവർ 2 പേരും പാട്ട് പഠിക്കാത്തവരാണ്, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അല്ലാതെ ഇവർക്കുള്ള കഴിവാണ് ഈ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നന്നായി പാടാനുള്ള അവസരവും കഴിവും കിട്ടട്ടെ. എന്തായാലും നമുക്ക് അവരുടെ പാട്ടിന് കേൾക്കാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേയും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. പീലി ചൂടിയോ വനമാല ചാർത്തിയോ ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ കൃഷ്ണഗാഥയാൽ ഇന്നിൻ്റെ മാനസം നിന്റെ പാദരേണു ചൂടി ധന്യയായി ഞാൻ യമുനാ തടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാടി വന്ന രാധയല്ലേ ഞാൻ, പ്രിയ രാധയല്ലേ ഞാൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നട
പഞ്ചവിലോചനൻ കണ്ണൻ്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. കഞ്ചവിലോചനൻ കണ്ണൻ്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം. നിന്റെ പൊന്നോട് കുഴൽ കണി കാണണം. മൂലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി മഞ്ഞപ്പട്ടാട ചാർത്തി മണിവേണു കയ്യിലേന്തി അഞ്ജന കണ്ണനുണ്ണി ഓടിവായോ. മഞ്ഞപ്പട്ടാട ചാർത്തി മണിവേണു കയ്യിലേന്തി അഞ്ജന കണ്ണനുണ്ണി ഓടിവായോ. നെറുകയിൽ പീലി ചുറ്റി ചുരുൾമുടി മേലെ കെട്ടി നെറുകയിൽ പീലി ചുറ്റി ചുരുൾമുടി മേലെ കെട്ടി നീലക്കാർവർണ്ണനുണ്ണി ഓടിവായോ. നീലക്കാർവർണ്ണനുണ്ണി ഓടിവായോ. വാഗച്ചാർത്തു കഴിഞ്ഞൊരു ദേവൻ്റെ മോഹന മലർമേനി കണി കാണണം. കണി കാണണം കണ്ണാ കണി കാണണം. കണി കാണണം കണ്ണാ കണി കാണണം. കമനീയ മുഖപത്മം കണി കാണണം. വാഗച്ചാർത്തു കഴിഞ്ഞൊരു ദേവൻ്റെ മോഹന മലർമേനി കണി കാണണം. കാലിൽ ചിലമ്പു കെട്ടി പാലയ്ക്ക മോതിരമായി കാലികൾ മേയ്ക്കുമുണ്ണി ഓടിവായോ. കാലിൽ ചിലമ്പു കെട്ടി പാലയ്ക്ക മോതിരമായി കാലികൾ മേയ്ക്കുമുണ്ണി ഓടിവായോ. ദുരിതത്തിൽ നീന്തുമെന്നെ സുഹൃതത്തിൻ തീരം കാട്ടാൻ. ദുരിതത്തിൽ നീന്തുമെന്നെ സുഹൃതത്തിൻ തീരം കാട്ടാൻ. മുരഹര മുകുന്ദ നീ ഓടിവായോ. മുരഹര മുകുന്ദ നീ ഓടിവായോ. വാഗച്ചാർത്തു കഴിഞ്ഞൊരു ദേവൻ്റെ മോഹന മലർമേനി കണി കാണണം. കണി കാണണം കണ്ണാ കണി കാണണം. കണി കാണണം കണ്ണാ കണി കാണണം. കമനീയ മുഖപത്മം കണി കാണണം. വാഗച്ചാർത്തു കഴിഞ്ഞൊരു ദേവൻ്റെ മോഹന മലർമേനി കണി കാണണം. ഹര ഹര ശംഭോ മഹദേവാ ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ മഹാദേശ്വര ശിവ ശംഭോ. ഹര ഹര ശംഭോ മഹദേവാ ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ മഹാദേശ്വര ശിവ ശംഭോ. ഗംഗാധര ഭുവനേശ ചന്ദ്രകലാധര പരമേശ.
ഗംഗാധരാ ഭുവനേശ ചന്ദ്രകലാധര പരമേശ ചന്ദ്രകലാധര പരമേശ ചന്ദ്രകലാധര പരമേശ ഹര ഹര ശംഭോ മഹദേവാ ശിവ ശിവ ശംഭോ ഗൗരീശ ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ മഹാദേശ്വര ശിവ ശംഭോ. തൊഴുതു വരാനണിയാൻ തൊടുകുറിയും മുടിയിൽ ഒരു പൂവും കൊണ്ടുവന്നു തന്നതാരോ ചൊല്ലുകിളി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിഷുവായിട്ട് എന്താണ് വിഷുക്കോടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ പഴയത് തന്നെ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പഴയത് തന്നെയാണ് ഇട്ടത്. മുണ്ടും ഷർട്ടും മുണ്ടും പഴയത് തന്നെയാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ആർക്കും, എൻ്റെ വീട്ടിൽ ആർക്കും വിഷുക്കോടിയില്ല. എൻ്റെ അമ്മക്ക്, അമ്മയുടെ കൊച്ചുമകൾ ഒരു സാരി കൊണ്ടു കൊടുത്തുകൊണ്ട് അമ്മക്ക് മാത്രമുണ്ട് വിഷുക്കോടി. അപ്പോൾ ഞങ്ങൾ നല്ല സമയത്തും മോശം സമയത്തും ഒരുപോലെ ജീവിക്കാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു. ഇനി ഒരു നല്ല സമയം വരട്ടെ. അപ്പോൾ ഞങ്ങൾക്കും വിഷുക്കോടിയാവാം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മറ്റ് പലർക്കും വിഷുക്കോടി തീർച്ചയായിട്ടും ഉണ്ടാവും. വിഷു ആയാലും ഓണായാലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ തൊടുകുറിയും മുടിയിൽ ഒരു പൂവും കൊണ്ടുവന്നു തന്നതാരോ ചൊല്ലുകിളി. പൊൻകിനാവോ പിന്നെയൊന്നും കണ്ടതില്ലയോ, കാട് പോക്കും കാലമായി മാധവമായി കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തങ്ങലും ചാർത്തുമ്പോൾ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈകളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈകളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിട് ചുരത്തുമൻ ജീവന് നീ മോക്ഷ കരുക നാം വേഗുമോ കണ്ണാ. കായാമ്പൂത്തൊഴും മുകിൽ വർണ്ണ നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം.
കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവന്നനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവന്നനെ ഗുരുവായൂരമ്പല നടയിൽ. രാജീവലോചനൻ എൻ്റെ കണ്ണൻ അമ്പാടി പൂനിലാവെൻ്റെ കണ്ണൻ മണിമുരളികയോടെ എൻ്റെ മുന്നിൽ വന്നു നീ പുൽകി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവന്നനെ ഗുരുവായൂരമ്പല നടയിൽ. മദന മനോഹര വിഘ്നവിനാശേ സുരവിവശൻ കണ്ണൻ മരുവീറുന്നു തവ ഹൃദയേശൻ സുരലയതം കണ്ണൻ. തൊഴുതുവരാനണിയാ നിലച്ചാന്തിൻ തൊടുകുറിയും മുടിയിൽ ഒരു പൂവും കൊണ്ടുവന്നു തന്നതാരോ ചൊല്ലുകിളി. പൊൻകിനാവോ പിന്നെയൊന്നും കണ്ടതില്ലയോ, കാട് പോക്കും കാലമായി മാധവമായി. കണിക്കന്നുകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തങ്ങലും ചാർത്തുമ്പോൾ. കുരുത്തോല കൊണ്ടു ഞാനിൻ കിനാവിൽ നിന്നും ഒരു ഇനി പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂടാളി താറ്റ്യോട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ആ ഒരു കാഴ്ചയും കൂടി കാണാം. ഭയങ്കര ജനങ്ങളായിരുന്നു. എന്തായാലും നമുക്ക് താറ്റ്യോട്ട് അമ്പലത്തിലെ കാഴ്ച കാണാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലൂതി. കിലുചിലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലൂതി. കിലുചിലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ. വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദൻ അരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും കാർമന്ദ സ്മിതവും തോകേവ കണി കാണാൻ. കണി കാണാൻ.
ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകൾ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാൻ. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. പീലി ചൂടിയോ വനമാല ചാർത്തിയോ ഗോപനന്ദനന്മായ കാട്ടി നിന്നുവോ കൃഷ്ണഗാഥയാൽ ഇന്നെൻ്റെ മാനസം നിന്റെ പാദരേണു ചൂടി ധന്യയായി ഞാൻ യമുനാ തടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാടി വന്ന രാധയല്ലേ ഞാൻ, പ്രിയരാധയല്ലേ ഞാൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കഞ്ചവിലോചനൻ കണ്ണൻ്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. കഞ്ചവിലോചനൻ കണ്ണൻ്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം. നിന്റെ പൊന്നോട് കുഴൽ കണി കാണണം. ിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ? തൊഴുതുവരാനണിയാൻ തൊടുകുറിയും മുടിയിൽ ഒരു പൂവും കൊണ്ടുവന്നു തന്നതാരോ ചൊല്ലുകിളി. പൊൻകിനാവോ പിന്നെയൊന്നും കണ്ടതില്ലയോ? കാട് പോക്കും കാലമായി മാധവമായി കണിക്കന്നുകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തങ്ങലും
ചാർത്തുമ്പോൾ ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ അറിവിൻ നിലാവേ മറയുന്നുവോ നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി. അപ്പോൾ ഇത്ര സമയം ഞാൻ പറഞ്ഞതെല്ലാം സത്യമല്ലേ അല്ലേ? നല്ലൊരു ഗംഭീര കാഴ്ചയും കണിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഭാഗം എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ആൾക്കാർ വന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റിയില്ല. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ എത്തേണ്ടതും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും കവർ ചെയ്തിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും ശാന്തിയും സമാധാനം ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ.